ഇത് മാസ് മോട്ടോഴ്സിലാണ്. ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജാണ് വണ്ടി കേട്ടോ. വണ്ടി നമുക്ക് വർക്കിന് കയറ്റിയാണെങ്കിൽ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യണം, ജനറൽ സർവീസ് ചെയ്യണം, വാട്ടർ സർവീസ് ചെയ്യണം, ബ്രേക്ക് ചെക്ക് ചെയ്യണം. അതാണ് മെയിനായിട്ട് പറഞ്ഞേക്കണം അവർക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ബ്രേക്ക് ഇച്ചിരി കുറവുണ്ട്, എഞ്ചിൻ്റെ ഭാഗത്ത് ചെറിയൊരു ചിലമ്പൽ സൗണ്ട് കാണിക്കുന്നുണ്ട്. അത്രയും നമുക്ക് ഓടിച്ചപ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ്. പിന്നെ ആ ലെഫ്റ്റ് സൈഡിലെ മിററിൻ്റെ ബ്രേക്ക് പിടിക്കുന്ന ഭാഗമൊക്കെ ചെറുതായിട്ട് കിടന്ന് ഇളകുന്നുണ്ട്. അതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് തോന്നിയ കേസ് കേട്ടോ. ആക്സിലറേറ്റർ ടൈറ്റ്, അങ്ങനെ കുറച്ച് കംപ്ലയിൻറ്റുകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമേ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റാണ്. തന്നെയല്ല നമുക്കതിൻ്റെ മാക്സിമം ഉപയോഗം കഴിഞ്ഞിട്ടുണ്ട്, അഡ്ജസ്റ്റിക്ക് പരമാവധിയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ലൈനർ എന്തെങ്കിലും മാറ്റിയിടാം. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ അത്യാവശ്യം തുരുമ്പിട്ട് തുടങ്ങി, ഗ്രീസൊന്നും ഇല്ലാണ്ട് ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തതിന് ശേഷം ലൈനർ മാറ്റി റീസെറ്റ് ചെയ്യാം. അതേപോലെ ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റും അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു, കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ടയർ നോക്കുമ്പോൾ ഫുള്ള് തീർന്നേക്കാൻ ഉണ്ടാവും, ഫുൾ തീർന്ന് കിടക്കുന്ന ടയറാണ്. നമ്മൾ സൈഡിലെ കട്ട നോക്കണ്ട, സെൻറ്ററിൽ ഒട്ടും പിടുത്തില്ല, മാറ്റിയിടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. പിന്നെ ഗിയർ ഓയിൽ നോക്കി, ഗിയർ ഓയിൽ നല്ല ഓയിലാണ്. പിന്നെ നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിയിടുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലഗൊക്കെ അത്യാവശ്യം പോയിൻ്റ് ഒരു ഇതായിട്ടുണ്ട്. എയർ ഫിൽറ്ററും പൊടി കയറി അത്യാവശ്യം ഈ ഒരു കളറിലേക്ക് ആയിട്ടുണ്ട്. ശരിക്കും ഇത് യെല്ലോ കളറാണ്, പൊടി കയറുമ്പോഴാണ് ഈ ഒരു അവസ്ഥയിലേക്ക് തന്നെ. മാറ്റിയിടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് തരാം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. ക്ലച്ച് നമുക്ക് സ്കൂട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ബെൽറ്റ് ഡ്രൈവ് വണ്ടിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. CVT ക്ലച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അയച്ച് ചെക്ക് ചെയ്യണം, മാനുവലായിട്ട് ഗ്രീസ് ചെയ്യണം. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് അവർക്ക് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ബെൽറ്റൊക്കെ നോക്കി, കമ്പനി ബെൽറ്റൊക്കെ കിടക്കണേ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്, പുതിയ ബെൽറ്റാണ്, വലിയ പഴക്കമായിട്ടില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. റോളറൊക്കെ പുതിയതാണ്, വേരിയേറ്റർ ബോഡിയും പുതിയതായിട്ട് കാണുന്നു. പക്ഷേ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ് ഉണ്ടല്ലോ, ഈ സൈഡൊക്കെ അടിച്ച് ചെറിയൊരു ചട പോലെ ചതഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി കളയണം നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് പൊട്ടിപ്പോയാലും ഈ വീലിന് ഡാമേജ് വരും കേട്ടോ. അപ്പോൾ അത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പൊട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. പ്ലേ വന്നു കഴിഞ്ഞാൽ കൈയോടെ മാറ്റി കളയണം, അതല്ലെങ്കിൽ ആ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് കിടന്ന് അടിച്ചടിച്ചടിച്ച് പൊട്ടിപ്പോവും. അതാണ് സംഭവം കേട്ടോ. അപ്പോൾ അത് മാറ്റിയിടുന്നത് നല്ലതാണ്. ബെൻഡെക്സ് ചെക്ക് ചെയ്ത് വർക്കിംഗ് ഓക്കെയാണ്. ക്ലച്ച് യൂണിറ്റ് ആയാലും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ക്ലച്ചിനകത്ത് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട കേസ് എന്ന് പറഞ്ഞാൽ പീസെറ്റ് സ്ലൈഡ് മാറ്റാം, ബാക്കിയത്തെ ക്ലീൻ ചെയ്ത് റിസെറ്റ് ചെയ്താൽ മതി. പിന്നെ ഈ സൈഡിലൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു ലീക്ക്, ഓയിൽ ലീക്കിൻ്റെ ഒരു ആരംഭം പോലെ ഉണ്ട്. തലമണി അതങ്ങനെ കിടക്കട്ടെ. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളതിൻ്റെ ഭാഗമൊക്കെ അഴിച്ച് കാർബണിൻ്റെ ഭാഗം അഴിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ചോക്ക് ഉപയോഗിക്കാനായിട്ടായിരിക്കാം ഫുൾ ടൈറ്റായി പോയേക്കാം, സ്റ്റക്കാണത്. ചോക്ക് കേബിൾ മാറ്റിയിടാം. കാരണം എന്ന് വെച്ചാൽ വണ്ടിയുടെ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ളൊരു പ്രോബ്ലം എന്തെങ്കിലും കാണിച്ചാൽ നമുക്ക് ചോക്ക് ഇട്ട് വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ചോക്ക് ഉപയോഗിക്കാത്തത് കൊണ്ട് സ്റ്റക്കായതാണ്. അപ്പോൾ പുതിയത് നമ്മൾ മാറ്റിയിട്ടാലും നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ വീണ്ടും ടൈറ്റായി പോകും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. ഇത്രയും ബലം പിടിച്ച് നമ്മൾ ഓടിക്കേണ്ട കേസില്ല, കാരണം ഓൾറെഡി കേബിൾ ടൈറ്റായിട്ടാണ് അത്രയും ടൈറ്റ്, ഒരുപാട് ബലം കൊടുക്കേണ്ടി വരണം കേട്ടോ. അപ്പോൾ ആ കേബിൾ മാറ്റിയിടുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്നുള്ള യൂണിറ്റ് ഈ സൈഡിൽ വന്നത്, അതിൻ്റെ ഇതാണ് ആയിട്ട് കേട്ടോ. അത്യാവശ്യം പൊടി കയറി ഫുള്ള് ബ്ലോക്കാണ്, അതൊന്ന് ചേഞ്ച് ചെയ്ത് തരണം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് പറയത്തക്ക വലിയ കംപ്ലയിൻറ്റുകളൊന്നുമില്ല. ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, വീൽ ബെയറിങ്ങിനൊന്നും പറയത്തക്ക കംപ്ലയിൻ്റില്ല. അതേപോലെ തന്നെ ഫ്രണ്ട് ഫോർക്കായാലും വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല, ബെയറിങ്ങിൻ്റെ കേസൊക്കെ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാറ്ററി നമുക്കതിൽ ഇരിക്കുന്നത് 2023 മോഡൽ ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കണത്. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. വോൾട്ട് നോക്കുമ്പോൾ 13 വോൾട്ട് വരെ ആണ്, 13.10 ആണ് റേഞ്ച് കാണിക്കുന്നത് കേട്ടോ. ലോഡ് കൊടുക്കുമ്പോൾ 9.27 വരെ വന്നുണ്ട്. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് പ്രശ്നമൊന്നുമില്ല, ഓക്കെയാണ്. പിന്നെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലെ ബ്രേക്കിൻ്റെ ലിവർ മൊത്തത്തിൽ കിടന്നിങ്ങനെ ഷെയ്ക്ക് കാണിക്കുന്നത്, ഒരു ഇളക്കമുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് അഴിച്ച് ടൈറ്റ് ചെയ്തിട്ടേക്കാം, ലിവറൊക്കെ ഒന്ന് ഇച്ച് ഗ്രീസ് ചെയ്തിടാം. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും പ്ലഗിൻ്റെ നമ്മൾ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ തന്നെ പ്ലഗും മാറ്റിയിടണം. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ഓയിൽ ഒരല്പം ലെവൽ കുറവുണ്ട് കേട്ടോ, സാധാരണ ഇത്രയും കണ്ടാൽ പോരാ. നമുക്ക് 800 മില്ലിയാണ് നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യണം കേട്ടോ. അതിനകത്ത് ഊറ്റേണ്ട സമയത്ത് ഏകദേശം ഒരു 700 മില്ലിയിലും കിട്ടണം. ഇതിപ്പോൾ ലെവൽ കുറവുണ്ട്. അപ്പോൾ അത്യാവശ്യം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കാം. കാരണം വെച്ചാൽ ഏകദേശം ഒരു 1000 കിലോമീറ്ററൊക്കെ ഓടിക്കഴിഞ്ഞാൽ ഓയിൽ സ്റ്റിക്ക് തുറന്ന് നമുക്ക് അതിൻ്റെ ചെക്ക് ചെയ്യാവുന്നുള്ളൂ. അതല്ലെങ്കിൽ അതിൽ വർക്ക്ഷോപ്പിൽ കാണിച്ചാൽ ഓയിലൊന്ന് ലെവൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് തരും. അപ്പോൾ ലെവൽ കുറവുണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്താൽ കുറവുള്ളത് ഒഴിച്ച് വേണം ഓടിക്കാനായിട്ട്. അതല്ലെങ്കിൽ നമുക്ക് എൻജിൻ ഒക്കെ ഈ പറഞ്ഞ പോലെ പ്രോബ്ലത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ സാധ്യതയുണ്ടെന്നല്ല, കംപ്ലയിൻറ്റ് വരും. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലിടാം. ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്ന ഐറ്റം ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു പോകാം. ഒന്ന്, നമുക്ക് എഞ്ചിൻ ഓയിൽ വേണം, ഓയിൽ ബോൾട്ട് വാഷ് ഓറിങ് വരും. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പോഞ്ച് ഫോം ടൈപ്പ് ഫിൽറ്ററാണ്, അത് വേണം. എയർ ഫിൽറ്ററും പ്ലഗ് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്.
പിന്നെ ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിൾ, ഈ 2 കേബിളുകൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഫ്രണ്ടിൽ വേറെ പറയത്തക്ക പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ ഈ ലിവർ അഴിക്കുമ്പോൾ അതിൻ്റെ ബാൻഡ് പോയിട്ടുണ്ടെങ്കിൽ അതാണ് എടുക്കേണ്ടത്. അത് 20 രൂപ 25 രൂപ കണ്ടതിന് റേറ്റുള്ളൂ. അത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ക്ലച്ചിലേക്ക് വരുമ്പോഴത്തേക്കും തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ്, ബാക്ക് വീലിൻ്റെ ബെയറിങ് അല്ല ബ്രേക്ക് ഷൂ, ബാക്കിലെ ബ്രേക്ക് ഷൂ, അതേപോലെ ടയറും കൂടി എസ്റ്റിമേറ്റിൽ ഇട്ടേക്കാം. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. എന്തായാലും പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. ഞാൻ കണ്ടതുകൊണ്ട് കംപ്ലയിൻറ്റ് കണ്ടതുകൊണ്ട് എസ്റ്റിമേറ്റിൽ ഇടണമെന്നുള്ളൂ. അത്രയും ഭാഗങ്ങൾ നമ്മളതിനകത്ത് എസ്റ്റിമേറ്റിൽ ഇടാം. പിന്നെ ജനറലായിട്ട് സർവീസ് തന്നെയുണ്ട്, വാട്ടർ സർവീസ് ഉണ്ട്. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഇടണേ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളൂ കേട്ടോ. അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ.